ത്രിപുരയിൽ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയതുപോലെ ഗോവയിൽ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നതുപോലെ എന്നൊക്കെ പറഞ്ഞ് മറ്റത്തൂരിനെ ഉപമിക്കുന്നത് CPM-ൻ്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഇങ്ങനെ കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, ഈ ത്രിപുരയിൽ കോൺഗ്രസ്സുകാർ മാത്രമാണോ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയത്? ബ്രിട്ടാസ് പറയുന്നത് ബ്രിട്ടാസിന് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ ഇനി കൂടി ഓർമ്മിച്ചു കഴിഞ്ഞാൽ അണികൾ അകലുവോ എന്ന് ഭയന്നിട്ടാണോ മറച്ചു വെക്കുന്നതെന്ന് അറിയില്ല. അവിടെ CPM-ന് 70% വോട്ടുണ്ടായിരുന്നു. അതെങ്ങനെ 10%? അപ്പോ അണികളും നേതാക്കളും എല്ലാം CPM മൊത്തത്തിൽ അവിടെ BJP ആയി മാറി. അപ്പോ അത് കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഈ പശ്ചിമ ബംഗാൾ CPM ഭരണത്തിലിരുന്നു ഒരു 34 കൊല്ലം അല്ലേ? ആ CPM ഭരണത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് അപ്പുറത്ത് ത്രിപുരയിലും ബംഗാളിന്റെ ഒക്കെ സഹായത്തോടു കൂടി CPM ഭരിച്ചു പോകുന്നത്. ഈ ബംഗാളില് CPM-ന്റെ തകർച്ചയുണ്ടല്ലോ, ആ തകർച്ചയോടനുബന്ധിച്ചിട്ടാണ് ത്രിപുരയിലും തകർച്ച വരുന്നത്. അത് ശ്രദ്ധിക്കണം. കാരണം ഏതാണ്ടൊക്കെ ഒരേ ഭാഷ അറിയാവുന്ന ആളുകളാണല്ലോ രണ്ട് സ്ഥലത്തൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ബംഗാളിലെ പാർട്ടിയുടെ തകർച്ചയുടെ തുടർച്ചയാണ് അതെന്ന് കാണുക. ബംഗാളിൽ തകരുമ്പോ തന്നെ ഈ CPM-കാര് മുഴുവൻ വേറെ പാർട്ടികളിലേക്ക് പോയില്ലേ? കുറെ പേര് തൃണമൂലായിപ്പോയി, കുറെ പേര് BJP ആയിപ്പോയി. പിന്നെ CPM-ന്റെ ഗുണ്ടകൾ മുഴുവൻ തൃണമൂലിന്റെ ഗുണ്ടകളായിട്ട് പരിണമിക്കുകയും ചെയ്തു. CPM-ന് അവിടെ ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കാൻ പറ്റാത്ത സ്ഥിതി. ഏതെങ്കിലും ഒരു കല്യാണ മണ്ഡപം എടുക്കുക, എന്നിട്ട് 4 ജില്ലകളുടെ സമ്മേളനങ്ങൾ ഒന്നിച്ച് നടത്തുക. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോ തൃണമൂൽ ഗുണ്ടകളുടെ വിളയാട്ടം കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടന്നു പോകുന്നത് അവിടെ. അപ്പൊ അതിഭയങ്കരമായ തകർച്ച അവിടെ കട്ടോ. അപ്പോ അതിഭയങ്കരമായ തകർച്ച ബംഗാളിൽ നടന്നതിന്റെ തുടർച്ചയായിട്ട് വേണം ത്രിപുരയെ കാണേണ്ടത്. ത്രിപുര ഐസൊലേഷനിൽ ഒറ്റയ്ക്ക് കണ്ടാൽ പോരാ എന്നർത്ഥം. ഒരു തകർച്ച ബംഗാളിൽ തന്നെ ഉണ്ട്, അതും കൂടി പറയണം. 2, അവിടെ നിർഭൻ ചക്രവർത്തി എന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. നിർഭൻ ചക്രവർത്തിയെ അവസാനം മറ്റേ ഇവരുടെ പതാക, അരിവാൾ ചുറ്റിക നക്ഷത്ര പതാക പുതപ്പിച്ചിട്ടാണ് അടക്കിയതെങ്കിലും അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം CPM വിട്ടിരുന്നല്ലോ. പാർട്ടി വിട്ടെന്ന് പറഞ്ഞാണല്ലോ അല്ലെ? അദ്ദേഹം പാർട്ടി വിട്ടത് പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന്. പാർട്ടിക്കാർ മുഴുവൻ BJP ആകുന്നതിന് മുമ്പേ പാർട്ടിയുടെ കുഴപ്പം പ്രവചിച്ച ആളാണല്ലോ അവിടെ നിർഭൻ ചക്രവർത്തി. പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് രാജൻ ചേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ആള് അവിടെ DIG ആയിരുന്നു ത്രിപുരയില്. ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നലെ ഒരു വിശേഷവും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പോ അദ്ദേഹവും കാര്യങ്ങൾ പറയാറുണ്ട്. പണ്ട് ലളിതാംബിക അന്തർജനം നിർഭൻ ചക്രവർത്തി മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവിടെ പോയി, ഈ മകന്റെ കൂടെ പോയി താമസിച്ചു, നിർഭൻ ചക്രവർത്തിയെ പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തിനെ പറ്റിയൊക്കെ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ലേഖനം ഇതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒട്ടും അഴിമതി തീണ്ടാത്ത ഒരാള് പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് അവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ അഴിമതിയിൽ മുങ്ങി പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നപ്പോ ആളുകൾ പാർട്ടി വിട്ട് അവിടെ BJP-യിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇനി 2018-ലാണ് BJP ഇവിടെ അധികാരത്തിൽ വരുന്നത്, CPM-നെ തൂത്തെറിഞ്ഞിട്ട്. ഇനി ഞാൻ ചില പേരുകൾ പറയാം. CPM-ന്റെ നേതാക്കൾ BJP-യിൽ എത്തിയത്: മുൻ സ്പീക്കർ ജിതേന്ദ്ര സർക്കാർ, ബ്രിട്ടാസിന് വേണ്ടിയിട്ടാ. പണ്ട് ദേശാഭിമാനി ലേഖകനായിരുന്നില്ലേ ഡൽഹിയില്, അക്കാലത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മുൻ സ്പീക്കർ ജിതേന്ദ്ര സർക്കാർ. CPM-ന്റെ MLA ആയിരുന്ന ബിശ്വജിത് ദത്ത. ഇത് 2017 തന്നെ ഇവര് BJP ചേർന്നു. 2018-ലാണ് BJP അധികാരത്തിൽ വരുന്നത്. ഇവര് 2017 തന്നെ BJP-യിൽ ചേർന്നു. പിന്നെ 2023 2 കൊല്ലം മുമ്പ്
CPM-ന്റെ MLA മൊബാഷർ അലി, മുസ്ലിമും കൂടിയാണ് മൊബാഷർ അലി. CPM-ന്റെ മുൻ MLA സുബാൽ ഭൗമിക് BJP ചേർന്നു. അപ്പൊ CPM-കാർക്ക് BJP ചേരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നേ. അവര് ഹിന്ദുക്കളാകണം പോലും ഇല്ല, മുസ്ലിങ്ങളായ അല്ലേ. പഴയ സാമാജികന്മാരും ഒക്കെ ത്രിപുരയില് ചേർന്നിട്ടുണ്ട് BJP-യില്. അപ്പോ 2018 ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ LDF-നെ അല്ലെങ്കിൽ CPM-നെ ജനങ്ങൾക്ക് മടുത്തു. കേരളത്തിലും മടുക്കുന്നില്ല ഇപ്പോ, അതല്ലേ വോട്ടെടുപ്പിൽ കാണുന്നത്. അപ്പോ കോൺഗ്രസ് അവിടെ ദുർബലവുമായി. പിന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ബദൽ എന്ന് പറഞ്ഞ് ജനങ്ങൾ കണ്ടത് BJP-യാണ്. 25 കൊല്ലം അവിടെ CPM-നെ അവര് സഹിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ 23 കൊല്ലാണല്ലോ മറ്റത്തൂര്. ത്രിപുരയില് 25 കൊല്ലം. അത് കഴിഞ്ഞ് ആ CPM-ന്റെ കേഡറില്ലേ, ആ കേഡറിനെയാണ് BJP-ക്ക് കിട്ടുന്നത്. നല്ല സംഘടിതമാണല്ലോ. ആ കേഡറുകൾ വരുന്നു. അപ്പോ ബൂത്ത് തല കമ്മിറ്റികളും എല്ലാം ഉണ്ടാവുന്നു. വളരെ എളുപ്പമായിരുന്നു. റാം മാധവൊക്കെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേ, റാം മാധവാണല്ലോ ഈ ഓപ്പറേഷനുകളൊക്കെ നടത്താൻ വേണ്ടി അവിടെ പോയത് BJP-യിൽ നിന്ന്. അപ്പോ അവിടെ CPM നേതാക്കൾ BJP-യിലേക്ക് പോയവര് പറഞ്ഞത് പാർട്ടിക്കകത്ത് പലതരം ഗൂഢാലോചനകൾ നടന്നു വന്നിരുന്നു. പിന്നെ കൊള്ളാവുന്ന ആളുകളെ മുഴുവൻ പാർശ്വവൽക്കരിച്ചിരുന്നു, സൈഡ് ലൈൻ ചെയ്തിരുന്നു, അഴിമതി നടമാടിയിരുന്നു, വികസനം തീരെ ഉണ്ടായിരുന്നില്ല, ജനരോഷം അങ്ങനെ വന്നു. ജ്യോതി ബസു ഭരിക്കുന്ന കാലത്ത് ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ആലസ്യത്തിലാണ്ട ഒരു സംസ്ഥാനം പോലെയാണ് നമുക്ക് തോന്നുക. കാരണം ഇവരുടെ നയത്തില് സ്വകാര്യ മൂലധനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാനം, രാജ്യം വളരുന്നത്? സ്വകാര്യ സംരംഭകരെ വളർത്തില്ലല്ലോ. അപ്പോ 1990-കൾ മുതൽ ത്രിപുരയില് RSS ശക്തമാണ്. അപ്പൊ RSS-ന്റെ പ്രവർത്തനം സമാന്തരമായിട്ട് കിട്ടി. ഈ ആദ്യം ഒഴുക്ക് കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നുള്ളത് ശരി അവിടെ. കാരണം കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ബദൽ സാധ്യത കിട്ടിയാൽ ഭരണത്തിൽ വരാവുന്ന ഒരു പാർട്ടി വന്നാൽ ഒഴുകാനായിട്ട് എളുപ്പമുണ്ട്. BJP അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി അവിടെ. കോൺഗ്രസ് ഒഴുകി BJP പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി. പിന്നെ CPM-ന്റെ നേതാക്കളും അംഗങ്ങളും ഒഴുകാൻ തുടങ്ങി BJP-യിലേക്ക്. ഈ ത്രിപുര കഥ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ BJP പ്രവർത്തകർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് സാധ്യമാണ് മറ്റത്തൂരിലെ പോലെ എന്നുള്ളത്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPM-കാരും വരും. 2017 ഈ ജിതേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, മുൻ സ്പീക്കർ, അദ്ദേഹത്തിന് പുറമെ ഈ ത്രിപുര ട്രൈബൽ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗം, അവിടെ ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടല്ലോ ഗോത്രവർഗങ്ങൾക്ക്, നമ്മുടെ ഭരണഘടനയിലെ 6ാം ഷെഡ്യൂളിൽ പെടുത്തിയിട്ട് ഇവിടെ പരിചയം ഉണ്ടാവില്ല. അവിടെ ഗോത്ര മേഖലകൾ, അവരുടെ ഭൂരിപക്ഷമുള്ള മേഖലകളുണ്ട്. അവിടെ ഓട്ടോണമസ്, അവരുടെ സ്വയംഭരണ കൗൺസിലുകളുണ്ട്. ആ സ്വയംഭരണ കൗൺസിലുകളിലെ അംഗം ജോയ് കിഷോർ ജമാത്തിയ 2017 ജൂൺ 11 BJP ചേർന്നു. ഗോത്രവർഗത്തിൽ നിന്ന് തന്നെ CPM-ന്റെ നേതാവ് BJP-യിൽ വന്നു, ജമാത്തിയ വന്നു. അങ്ങനെ ഈ സർക്കാർ ഇപ്പൊ പറഞ്ഞ അയാള് കോൺഗ്രസിലും TMC-യിലും ഒക്കെ പോയിട്ടുണ്ട്, മാർക്സിസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് ലീഡറായിട്ടാണ് BJP ചേരുമ്പോഴും വിശേഷിപ്പിച്ചത് വേദിയിലിരുന്ന ആളുകൾ. മാർക്സിസ്റ്റ് നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം പട്ടികജാതിക്കാരനാണ്. ഈ മുൻ സ്പീക്കർ ജിതേന്ദ്ര സർക്കാർ പട്ടികജാതിക്കാരനാണ്. 6 തവണ MLA ആയിരുന്നു. 2008 ആദ്യം CPM അദ്ദേഹം വിട്ടിരുന്നു. 2010 കോൺഗ്രസ് ചേരുവൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അടിസ്ഥാന വർഗം തന്നെ, അദ്ദേഹം പട്ടികജാതിക്കാരനാണല്ലോ, CPM വിട്ട് BJP-യിലെത്തി, അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ആള് തന്നെ. അപ്പോൾ അന്ന് BJP-യുടെ ജനറൽ സെക്രട്ടറി രാംലാൽ ജി പറഞ്ഞിരുന്നു 2017 ഇങ്ങനെ CPM നേതാക്കൾ വന്നല്ലോ, അന്ന് വേദിയിൽ വെച്ച്
BJPയുടെ ജനറൽ സെക്രട്ടറി രാംലാൽജി പറഞ്ഞു 2018 ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. 2018 BJP അധികാരത്തിലെത്തി ത്രിപുരയിൽ. ഈ ജമാഅത്തിയ എന്ന് പറഞ്ഞ ഗോത്ര കൗൺസിൽ, സ്വയംഭരണ കൗൺസിൽ നേതാവിനെ CPM പുറത്താക്കിയിരുന്നു. ഗോത്രവർഗ നേതാവിനെ ശരിക്കും അടിസ്ഥാന വർഗത്തിനെ പുറത്താക്കിയിരുന്നു പാർട്ടിയിൽ നിന്ന്. അപ്പോ പുറത്താക്കിയപ്പോ സാധാരണഗതിയിൽ പാർട്ടിക്കാര് പറയുമല്ലോ, അവൻ പിന്നെ സമൂഹത്തിൽ വളരാതിരിക്കാൻ വേണ്ടി ഇവൻ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണെന്ന് പുറത്താക്കിയതെന്ന് പാർട്ടിക്കാർ പറയുമല്ലോ. അത് ഈ ജമാഅത്തിയുടെ കാര്യത്തിലും പറഞ്ഞു അവിടുത്തെ പാർട്ടി. അപ്പൊ അത് ജമാഅത്തിയ എന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പൊതുതന്ത്രമാണ് കേട്ടോ, ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. മണിക് സർക്കാർ ഈ ഓട്ടോണമസ് കൗൺസിലുകൾ ഉണ്ടല്ലോ ഗോത്രവർഗങ്ങളുടെ, അവർക്കുള്ള കേന്ദ്ര ഫണ്ട് തടഞ്ഞു എന്ന് ജമാഅത്തിയ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി മണിക് സർക്കാർ ഇങ്ങനെ ചെയ്തിരുന്നു, അടിസ്ഥാന വർഗത്തിന്റെ ഫണ്ട് തടഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അഗർത്തല കോർപ്പറേഷൻ കൗൺസിലർ, CPM കൗൺസിലറായിരുന്ന അഗർത്തല കോർപ്പറേഷനിലെ CPM കൗൺസിലറുടെ മകൻ സിറാജ് അലിയും അന്ന് BJPയിൽ ചേർന്നു. ഞാൻ രണ്ടാമത്തെ ഒരു മുസ്ലിം പേരാ പറയുന്നത്. അടിസ്ഥാന വർഗങ്ങള്, ഗോത്രം വർഗം, മുസ്ലിങ്ങളൊക്കെ ത്രിപുരയില് BJPയിൽ വന്നു. 2013 BJP 60 സീറ്റാണ് അവിടെ, 50 എണ്ണത്തില് മത്സരിച്ചു, ഒന്നും കിട്ടിയില്ല. 2013 2018 അധികാരത്തിൽ വരിക. 2013 ഒറ്റ സീറ്റും BJPക്കില്ല. പടിപ്പടിയായിട്ടല്ല എന്ന് പറഞ്ഞ ഈ വളർച്ച എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് CPM-കാര് BJP വരികയാണ്. 2013 BJPക്ക് ഒന്നും കിട്ടിയില്ല, ഒറ്റ സീറ്റ്. 1.54% വോട്ട് മാത്രമാണ് കിട്ടിയത് BJPക്ക് 2013. 49 പേർക്ക് കെട്ടിവെച്ച കാശ് പോയി BJP സ്ഥാനാർത്ഥികൾക്ക്. 50 പേര് മത്സരിച്ചു, ഒരാൾക്ക് മാത്രമാണ് കാശ് കിട്ടിയത്. അപ്പോൾ ചലോ പോൾട്ടായി എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം BJP കൊണ്ടുവന്നു. ലെറ്റസ് ചേഞ്ച് അല്ലേ, ലെറ്റസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ പരസ്യവാചകത്തിൽ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറാം എന്ന് BJP ഇവിടെ മുദ്രാവാക്യം കൊണ്ടുവന്നു. അപ്പോൾ BJPയിലേക്ക് വന്ന ഓരോ കോൺഗ്രസ്സുകാരനും പുറകില്, ഞാൻ ഈ മറ്റത്തൂരിനെ പറ്റി ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഓരോ കോൺഗ്രസ്സുകാരന്റെ പിന്നിലും കുടുംബം, പ്രവർത്തകർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ത്രിപുരയിൽ വന്ന ഓരോ കോൺഗ്രസ്സുകാരന്റെ പിന്നിലും 3000-4000 പേര് ഉണ്ടായിരുന്നു, പ്രവർത്തകര്. CPM വരുമ്പോ CPM-ന്റെ അണികളും വരുന്നു. അങ്ങനെയാണ് വന്നത്. ഓരോ മണ്ഡലത്തിലും 2000 കോൺഗ്രസ്സുകാര് മിനിമം കിട്ടി. അങ്ങനെ ബേസ് ആയി BJPക്ക്. CPM കൂടി വന്നപ്പോൾ 15% നിഷ്പക്ഷ വോട്ടുണ്ടായിരുന്നു അവിടെ. അവരെ കൊണ്ടുവരാനായിട്ട് ക്യാമ്പയിൻ നടത്തി. 3214 ബൂത്ത് ഉണ്ടായിരുന്നു ത്രിപുരയില്. അതിൽ 3209-ലും 5 ഒഴികെ എല്ലായിടത്തും കമ്മിറ്റി ഉണ്ടായി BJPക്ക്. ആ ലെവലിലേക്ക് വളർന്നു വരികയാണ് ഇവിടെ. അതാണ് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ടായിരുന്നു. റാം മാധവിന് പുറമെ സുനിൽ ദേവ്ദർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അവിടെ ഈ മൊത്തം BJP ഓപ്പറേഷന് വേണ്ടി. ആരാണ് സുനിൽ ദേവദാർ? 2014 വാരാണസിയിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് ചക്രം തിരിച്ച ആളാണ് സുനിൽ ദേവദാർ. അദ്ദേഹത്തിനാണ് ത്രിപുരയുടെ ചുമതല പാർട്ടി കൊടുത്തത്. അങ്ങനെയാണ് ഓപ്പറേഷൻ നടന്നത്. അപ്പൊ കോൺഗ്രസ് CPM കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് ആരോപണം അക്കാലത്തും ഉണ്ടായിരുന്നു. CPM-ഉം എന്ന് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ഒരുപോലെയാണ് എന്നുള്ളൊരു തോന്നൽ വോട്ടർമാർക്കിടയിൽ വന്നു. കോൺഗ്രസും CPM-ഉം എന്ന് പറഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരാണ്, രണ്ടെണ്ണത്തിൻ്റെയും ഭരണം ഒരുപോലെയാണ്, ഇവർ തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഒന്നിച്ച് നടക്കുന്ന ആളുകളാണ് എന്നൊരു തോന്നൽ അവിടെ ജനങ്ങൾക്ക് വന്നപ്പോഴാണ് ബദലായിട്ട് BJPയെ കണ്ടത്. ഈ തോന്നൽ കേരളത്തിൽ ഇല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പങ്കാളിത്ത ജനാധിപത്യമാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. പോറ്റി
ഇവരുടെ കൂടെ മാത്രമല്ലല്ലോ നടന്നത്, അല്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലും ഇല്ലേ പോറ്റി? ഉണ്ട്. അപ്പൊ എന്താ രണ്ടു വ്യത്യാസം? കൂട്ടരും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ലാതെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ബോധ്യപ്പെട്ടടുത്താണ് BJP ബദലായിട്ട് വരുന്നത്. അതിലേക്ക് കേരളവും മാറും. പക്ഷെ ത്രിപുരയില് അതിലേക്ക് CPM-കാര് ഒഴുകി. CPM-കാര് ഒഴുകിയപ്പോൾ CPM-ലെ ഹിന്ദുക്കൾ മാത്രമല്ല, അടിസ്ഥാന ജനതയും പോയി അതിന്റെ കൂടെ, ന്യൂനപക്ഷവും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബ്രിട്ടാസ് ത്രിപുരയിൽ BJP അധികാരം പിടിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.